ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം പെട്ടെന്ന് കൈവരിക്കാനാകുമെന്ന്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടൈം ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സമയത്ത് എനർജി ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾ ശരിക്കും വയസ്സായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതായത് ഈ ഒരു ഇമേജ് പറയുന്ന പ്രകാരം ഇത്തരത്തിൽ 20 വയസ്സിന് താഴേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ ടൈം ഉണ്ടായിരിക്കും, എനർജി ഉണ്ടായിരിക്കും, എന്നാൽ പൈസ കാണുകയില്ല. ഇനി ഇത്തരത്തിൽ ആ ഒരു മിഡിൽ ഏജിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ പൈസ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എനർജി ഉണ്ടായിരിക്കും, എന്നാൽ സമയം കാണുകയില്ല. എന്നാൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു റിട്ടയർമെന്റ് ടൈമൊക്കെ ആകുന്ന സമയത്ത് കയ്യിൽ നല്ല പൈസ കാണും, ടൈമും കാണും, എന്നാൽ എനർജി കാണുകയില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് മൂന്നും ഒരേപോലെ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തല്ലേ ശരിക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അതിനെയല്ലേ നമ്മൾ ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് നേടാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് നേടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിലായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. അങ്ങനെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അടുത്ത ഗോൾഡൻ പീരീഡിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ ടൈമും എനർജിയും അതുപോലെ തന്നെ മണിയും എല്ലാം തന്നെ ഒരുപോലെ അനുഭവിക്കാനും സന്തോഷിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഡിഫൈനിങ് ഡെക്കേഡ് എന്താണെന്നും ആ ഒരു ടൈം പീരീഡിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതും അതിനുശേഷമുള്ള ഗോൾഡൻ പീരീഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു വലിയ റിഗ്രറ്റ് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഒരുപക്ഷേ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു റിഗ്രറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാകുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു കിടിലൻ സൊല്യൂഷനും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ടൈമും മണിയും എനർജിയും ഇത് മൂന്നും ഒരുമിച്ച് ലഭിക്കണമെങ്കിൽ പുള്ളി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ഈ ഡിഫൈനിങ് ഡെക്കേഡ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു വ്യക്തിയുടെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു ജീവിത കാലഘട്ടത്തെയാണ് നമ്മൾ ഇത്തരത്തിൽ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ എന്താകണം, എവിടെ എത്തിച്ചേരണം എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ലൈഫിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 30 വരെയാണ് ഈ ഒരു ടൈം പീരീഡ് എങ്കിലും ഇതിൽ ആളുകൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലേ, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആളുകൾ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതായിരിക്കും അവരുടെ ഫ്യൂച്ചറിൽ അവർ എവിടെ എത്തിപ്പെടുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ 21ാമത്തെ വയസ്സിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് താൻ PSC ടെസ്റ്റ് എഴുതിക്കൊണ്ട് ഇത്തരത്തിലൊരു സിവിൽ പോലീസ് ഓഫീസർ ആകുമെന്ന്. അതേസമയം തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബി എന്ന് പറഞ്ഞൊരു വ്യക്തി തൻ്റെ 21ാമത്തെ വയസ്സിൽ ഡിസൈഡ് ചെയ്യുകയാണ് അദ്ദേഹം സിവിൽ സർവീസ് എക്സാം എഴുതിക്കൊണ്ട് IPS ഉദ്യോഗസ്ഥനാകുമെന്ന്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ CPO ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആകുന്ന സമയത്തേക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു SI ഒക്കെ ആകാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ നമ്മൾ ഇപ്പുറത്തേക്ക് ഇത്തരത്തിൽ IPS എടുത്തൊരു വ്യക്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർ ആകുന്ന സമയത്തേക്ക് അടുത്തൊരു DGP എങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ 2 പേരും 21ാമത്തെ വയസ്സിൽ എന്ത് ഡിസിഷൻ ആണോ എടുത്തത് അതാണ് അവരുടെ ഫ്യൂച്ചറിൽ അവർ എവിടെ എത്തിപ്പെട്ടു എന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ എന്താകണമെന്നും എവിടെ എത്തിച്ചേരണമെന്നുള്ളതിന്റെ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഡിഫൈനിങ് ഡെക്കേഡിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇത് പലർക്കും പലതായിരിക്കും അല്ലേ, പലരും എടുക്കുന്ന പല ഡിസിഷൻസ് ആയിരിക്കും. ഓരോന്നും ഇത്തരത്തിൽ അവരുടെ ടാലന്റിനെയും അവരുടെ സ്കില്ലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ താല്പര്യത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പലരും പല ഡിസിഷൻസും എടുക്കുന്നത്. അപ്പോൾ ഇത് പലർക്കും പലതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷമുള്ള ഈ ഒരു എക്സാമ്പിൾ എടുത്ത് CPOയുടെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പുറത്ത് IPS ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞാലും രണ്ടുപേർക്കും ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 30 വയസ്സ് വരെയുള്ള കാലഘട്ടം, അതായത് ജോലി കിട്ടി ആ ഒരു 30 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തിട്ടുള്ള CPO ആണെങ്കിലും IPS ഉദ്യോഗസ്ഥനാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിക്കഴിയുന്ന സമയത്ത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഗോൾ ആയിരിക്കും അച്ചീവ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ലൈഫിൽ കരുതും തങ്ങളെ ലൈഫിൽ വിജയിച്ചു എന്ന്. അപ്പം ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിയുന്ന സമയത്ത് തന്നെ രണ്ടുപേരും കയ്യിലേക്ക് പൈസ വരികയാണ്, രണ്ടുപേർക്കും അത്ര കാലവും ഇല്ലായിരുന്ന ആ ഒരു ഫ്രീഡം ലഭിക്കുകയാണ്, കുറേ അധികം ഫ്രണ്ട്സിനെ കിട്ടുകയാണ്, അതുപോലെ തന്നെ രണ്ടുപേരും വളരെ യങ് ആണ്, നല്ല ഹെൽത്തിയാണ്, എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു വലിയൊരു ഫ്രീഡവും ആ ഒരു കുറേ ഫ്രണ്ട്സ് പാർട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ലൈഫ് സക്സസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ടൈമായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും സാലറി സ്കെയിൽ വ്യത്യസ്തമായിരിക്കും, രണ്ടുപേരുടെ ഇൻകം വ്യത്യാസമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഇൻകം കൂടുന്നതനുസരിച്ച് രണ്ടുപേരെയും ചിലവ് കൂടുന്നതായിരിക്കും. അതായത് CPOയ്ക്ക് കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നതെങ്കിലും ഇത്തരത്തിൽ അദ്ദേഹം ചെറിയ രീതിയിൽ ചിലവാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത്തരത്തിൽ IPS ഉദ്യോഗസ്ഥന് കൂടുതൽ സാലറിയാണ് കിട്ടുന്നതെങ്കിൽ വലിയ രീതിയിൽ ചിലവാക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇവരുടെ ഗോളും ഇവരുടെ കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നെങ്കിലും അതിനുശേഷമുള്ള ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു 30 വയസ്സ് വരെയുള്ള ജേണി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഡിഫൈനിങ് ഡെക്കേഡിലെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ മാറുകയും ഇത്തരത്തിൽ ഒരു 10-28 വയസ്സാകുന്നത് വരെ തന്നെ ഇത്തരത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യുകയാണ് പതിവ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 21ാമത്തെ അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിൽ ജോലി കിട്ടുന്ന എല്ലാ ആൾക്കാരും, അത് ഏത് ജോലി ആയിക്കോട്ടെ, ഗവൺമെന്റ് ജോബോ പ്രൈവറ്റ് ജോബോ എന്തോ ആയിക്കോട്ടെ, അവരവരുടെ 25 അല്ലെങ്കിൽ ഒരു 26ാമത്തെ വയസ്സ് വരെയൊക്കെ ഇത്തരത്തിൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയായിരിക്കും, അടിച്ചു പൊളിക്കുകയായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി ഇഷ്ടപ്പെട്ട വണ്ടി എടുത്ത് ഇഷ്ടപ്പെട്ട ഫോണോ ലാപ്പോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അവരവരുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കുന്ന ഒരു ടൈമായിരിക്കും. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 27-28 വയസ്സാകുന്ന സമയത്തായിരിക്കും പലരും ലൈഫിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നത്. അതായത് ഇത്തരത്തിൽ കുറേ പൈസ സേവ് ചെയ്യണം, കല്യാണം കഴിക്കണം, ഇത്തരത്തിൽ വീട് വെക്കണം, അത്തരം ചിന്തകളൊക്കെ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു 28ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 29ാമത്തെ വയസ്സിലായിരിക്കും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇത്തരത്തിൽ 30 മുതൽ 40 വയസ്സ് വരെ ഉള്ള ആ ഒരു ടൈം പീരീഡ് ഇല്ലേ, ആ ഒരു ടൈം പീരീഡ് ഇടയിലായിരിക്കും ഇത്തരത്തിൽ പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും സ്വന്തമായിട്ട് വലിയൊരു വീട് വെക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ചെലവിനെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് പോലും. അപ്പം ഞാൻ ഈ പറഞ്ഞ 30 മുതൽ 40 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ പറഞ്ഞ ആളുകൾ വളരെ വലിയ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പൈസ സമ്പാദിക്കാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് 21ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ഒരു വ്യക്തിയുടെ കാര്യമാണ്. പുള്ളി പോലും 28ാമത്തെ വയസ്സിലാണ് ഇത്തരത്തിൽ ചിന്തിച്ച് തുടങ്ങിയത്. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ഇത്തരത്തിൽ 21ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്നില്ല. പലരും ഇത്തരത്തിൽ കൂട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഒരു 25-26ാമത്തെ വയസ്സാകുമ്പോഴാണ് ജോലിയെപ്പറ്റി പോലും ചിന്തിച്ചു തുടങ്ങുന്നത്. ചിലർ ഗൾഫിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ നോക്കിയാൽ പോലും അവരും ഇത്തരത്തിലൊരു 30 മുതൽ 40 വരെയുള്ള റേഞ്ചിനിടയിലായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 30 മുതൽ 40 വരെയുള്ള ഈ ഒരു ഗോൾഡൻ പീരീഡിലാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാനായിട്ട് ഏറെയും സാധ്യതയുള്ളത്. എന്നാൽ പല ആൾക്കാരും ഈ ഒരു ടൈം പീരീഡ് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എനർജി വേസ്റ്റ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതല്ലാതെ വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവിടെ പറയുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങളുടെ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആളുകൾക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് അവരുടെ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരുന്നില്ല എന്നതാണ്. അതായത് പറയുകയാണെങ്കിൽ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരുന്നു. എന്നാൽ എപ്പോഴാണോ അവർക്ക് ജോലി കിട്ടിയത്, അവരവരുടെ ലൈഫിൽ വിൻ ചെയ്തു എന്ന് എപ്പോഴാണോ വിചാരിച്ചു തുടങ്ങിയത്, ആ ഒരു സമയത്താണ് അവർ തോറ്റു തുടങ്ങിയത്. അപ്പം ഞാനിവിടെ എക്സാമ്പിൾ എടുത്തിട്ടുള്ള CPO ആണെങ്കിലും അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥനാണെങ്കിലും ഇവർ രണ്ടുപേരും എപ്പോഴാണോ അവർക്ക് ജോലി കിട്ടിയത്, എപ്പോഴാണോ അവരുടെ ലൈഫിൽ വിജയിച്ചു, അവരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചത്, ആ ഒരു ടൈം വരെ അവർ നല്ല ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു. അതായത് പറയുകയാണെങ്കിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ അവർ ഇത്തരത്തിൽ ജോലി നേടണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് രണ്ടുപേരും ഇത്തരത്തിൽ അവരവരുടെ ടൈം ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ജോലിക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകൾ ഉറങ്ങാതിരുന്നു പഠിച്ചും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഡിഫൈനിങ് ഡെക്കേഡിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരുന്നവർ എന്നാൽ ആ ജോലി കിട്ടിയതിന് ശേഷം പിന്നീട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് മറന്നുപോയിരിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാതെ ആ ഒരു ജോലി കിട്ടിയ ടൈം മുതൽ അവരുടെ ആ ഒരു 30 വയസ്സ്, അതായത് 21 തൊട്ട് 30 വയസ്സ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഇത്തരത്തിൽ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരുന്നെങ്കിൽ എല്ലാ മാസവും ഒരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് SIP ആയിട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ സ്കിൽസ് പഠിക്കാനും മറ്റ് ലൈഫ് ഗ്രോ ചെയ്യുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ തന്നെ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അടിച്ചു പൊളിക്കാതെ അല്ലെങ്കിൽ വലിയ വലിയ ഗോളിലേക്ക് ചിന്തിക്കാതെ ഇത്തരത്തിൽ എല്ലാമായി ജോലി കിട്ടി എല്ലാമായി എന്നുള്ള രീതിയിലേക്ക് പോയത് കൊണ്ടാണ് അവർക്ക് അവരുടെ ആ ഒരു ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കണം, എന്തുകൊണ്ട് ജോലി കിട്ടുമ്പോൾ തന്നെ ഇത്തരത്തിൽ SIP ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം, പകരം എൻ്റെ ലൈഫെല്ലാം നല്ല രീതിയിൽ കളറായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചതിന് ശേഷം ഒരു 28ാമത്തെ അല്ലെങ്കിൽ ഒരു 30ാമത്തെ വയസ്സിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങിയത് കൊണ്ട് എന്താണ് ദോഷമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഇവിടെ മാർക്കറ്റ് ഫീഡിന്റെ SIP കാൽക്കുലേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 28ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ഒരു വ്യക്തി ഇത്തരത്തിൽ മാസം 2000 രൂപ വീതം SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ വർഷം ഒരു 15% റിട്ടേണും ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു 36 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 3,60,000 ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു 15 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കോർപ്പസ് എമൗണ്ട് എന്ന് പറയുന്നത് 13,53,726 രൂപയായിരിക്കും. എന്നാൽ നിങ്ങൾ കരുതുകയാണ് ജോലി കിട്ടിയ സമയത്ത് സാലറി കുറവാണ്, എന്നാൽ ഒരു 10-28 വയസ്സൊക്കെ ആകുന്ന സമയത്തേക്ക് കൂടുതൽ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു 28ാമത്തെ വയസ്സിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ
റിട്ടേൺ കിട്ടുമല്ലോ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്പേഴ്സും ഇതിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തില്ല, പകരം 30ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ട്, കാരണം നിങ്ങൾ കുറേ ജോലി ചെയ്തു, കുറേ പൈസ ഉണ്ടാക്കി. ആ ഒരു പൈസ നിങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാസം 2000 എന്നുള്ളതിനെ ഒന്ന് 8000 ആക്കി മാറ്റാം. അപ്പോൾ ഒരു ടൈം പീരീഡ് 6 വർഷത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ 36ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 5,76,000 രൂപയാണ്. അതായത് നിങ്ങളുടെ ടോട്ടൽ കോർപ്പസ് എന്ന് പറയുന്നത് 9,36,956 രൂപയാണെന്ന് കാണാം. അതായത് ഈ ഒരു കേസിൽ നിങ്ങൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, 5,76,000 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ മറ്റേതിനേക്കാളും കുറവാണെന്ന് കാണാം. അപ്പോൾ ഇതാണ് നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടുള്ള ബെനിഫിറ്റ്. ഇനി നിങ്ങൾ കരുതുകയാണ് ഇവിടെ 6 വർഷമല്ല ഇൻവെസ്റ്റ് ചെയ്തോളൂ, നിങ്ങൾ 30ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിൽ 46ാമത്തെ വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പേഴ്സ് സെയിം ആകുകയില്ലെന്ന്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 46ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ടൈം കാണും, അതുപോലെ തന്നെ മണി കാണും, എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഹെൽത്തോ എനർജിയോ ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് നേടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞ ടൈം പീരീഡിൽ നിങ്ങൾ പ്രോപ്പറായ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു 30 മുതൽ 40 വരെയുള്ള ആ ഒരു ഗോൾഡൻ ടൈം പീരീഡ് നല്ലതുപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചിലർക്കെങ്കിലും ഇത്തരത്തിൽ ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടായിരിക്കാം, കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിഫൈനിങ് ഡെക്കേഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ എന്നും. അപ്പോൾ അതേ റിഗ്രറ്റ് തന്നെയാണ് എനിക്കുള്ളത്. കാരണം എനിക്ക് 21ാമത്തെ വയസ്സിൽ ജോലി കിട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ ആ ഒരു ടൈമിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ 25ാമത്തെ വയസ്സിലാണ് ഞാൻ ശരിക്കും ഷാരിഖിന്റെ വീഡിയോ കണ്ടിട്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മഹത്വവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിരുന്നത്. ഒരുപക്ഷെ ഞാൻ മാർക്കറ്റ് ഫീൽഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെ ഇത്തരത്തിൽ അടിച്ചു പൊളിച്ച് ചില്ല് ചെയ്ത് നടന്നിരുന്നേനെ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഡിഫൈനിങ് ഡെക്കേഡ് ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. എൻ്റെ ഒരു 25ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, പലരും റിഗ്രറ്റും ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിട്ടേണും അതിൻ്റെ ബെനിഫിറ്റും എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ തലമുറ ചെയ്ത അതേ ഒരു തെറ്റ് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അതായത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 21ാമത്തെ വയസ്സിലൊന്നും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്തിനാണെന്നൊന്നും പറഞ്ഞു തരാനായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ 25ാമത്തെ വയസ്സിൽ എനിക്കത് പറഞ്ഞു തരാനായിട്ട് ഒരു ഷാരിഖ് ഷംസുദ്ദീൻ പേരേണ്ടി വന്നു. എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അനിയന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ യങ്ങർ ജനറേഷനുള്ള നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ ചെയ്യേണ്ടതിന്റെ മഹത്വവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പേരിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതെങ്കിൽ, അവർക്ക് 18 വയസ്സ് ആയിട്ടില്ലെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റോ SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും